35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കുമെന്ന് താങ്കൾക്ക് സംശയമുണ്ടോ? ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. ഫ്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധീനാക്കരുത് കല്യാണി അമ്മായി. ഈ ഭൂമി മലയാളത്തിൽ ആർക്കും സംശയമില്ല. ഇങ്ങനെ തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ഗാന്ധി കഴിയുമ്പോൾ കാര്യങ്ങൾ ബോധ്യമാവും. നമുക്ക് കാണാം. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം കർണാടകത്തിന്റെ ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന ലോക്സഭാ മണ്ഡലമാണ്. അതിനൊന്നും ഇല്ലേ? ഞങ്ങൾ ഇത്തവണ ജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. വെറുതെ ചിരിപ്പിക്കരുത്. വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മത്സരിക്കുന്നതല്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മിറാക്കിൾ സംഭവിച്ചതാണ്. അത് നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. റോക്കറ്റ്. അത് LDFന്റെ ജനപിന്തുണ കൊണ്ടുണ്ടായതല്ല. ആ മിറാക്കിൾ എല്ലാ കാലത്തും ചക്ക വീണാൽ മുയൽ ചാവുകയില്ല എന്ന് LDF പ്രവർത്തകർക്ക് നന്നായിട്ട് അറിയാം. ആരാത് പറഞ്ഞേ? എടോ, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ? കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നമുക്കവിടെ ഊഹിക്കാൻ പാടില്ലേ? രണ്ട് മുന്നണികളിലും പെട്ട പാർട്ടി പ്രവർത്തകർ പോലും BJPക്ക് അനുകൂലമായിട്ട് പരസ്യമായിട്ട് രംഗത്ത് വരികയാണ്. പ്രത്യേകിച്ചും പാർട്ടി ഗ്രാമങ്ങളിലും കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലും വളരെ ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ്. അത്രയും വേണോ? വേണം, കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. ഞങ്ങൾക്ക് ആദ്യം ഈ കല്യാശ്ശേരി, പയ്യന്നൂർ, തൃക്കരിപ്പൂരൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടങ്ങളിലാണ് ഏറ്റവും ശക്തമായിട്ടുള്ള BJP അനുകൂലമായിട്ടുള്ള തരംഗമുള്ളത്. ഭയങ്കരന്മാരെ എന്നെ വേണേ രണ്ടടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. മഞ്ചേശ്വരത്ത് 100% വിജയപ്രതീക്ഷയാണ് BJPക്കുള്ളത്. ശക്തമായിട്ടുള്ള മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തവണ BJPക്ക് ഈ മണ്ഡലത്തിൽ വിജയിച്ച് കയറാൻ കഴിയും. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇവന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല. പത്തനംതിട്ടയിൽ ഒരു അട്ടിമറി വിജയം ഞങ്ങൾക്കുണ്ടാവും. കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ്, ഇവർ 3 പേരുമാണ് എന്റെ ഹീറോസ്. വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ 2 പപ്പടം അങ്ങോട്ട് കാച്ചു. ആ പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വിജയമായിരിക്കും ഞങ്ങൾക്ക് ഇത്തവണ ഉണ്ടാവും. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഇത് വല്ല നടക്കുന്ന കാര്യമാണോ? അച്ചടക്കമുള്ള പ്രവർത്തനം എന്നുള്ള നിലയിൽ ഈ ഉത്തരവാദിത്തം ഞാൻ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയാണ്. BJPയോടുള്ള രാഷ്ട്രീയ ഐത്തം അവസാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. കാലത്തെ ആരാധ എന്നോട് പറഞ്ഞു, മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ. നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചിലപ്പോ ഫലിച്ചേക്കും. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ലെന്ന്. അത് നിങ്ങൾക്കൊന്നും കാര്യമില്ല. അതിന് ഇത് കുറച്ച് വേണം. തലയ്ക്ക് പ്രാന്ത അല്ല, ബുദ്ധി. തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുമ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന ശക്തമായ സാന്നിധ്യമായി നിയമസഭയിൽ ഇത്തവണ NDA ഉണ്ടാവും. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല, ബുദ്ധിയില്ലാന്ന്. ഒരു കാര്യം ഉറപ്പാണ്, 2 മുന്നണികൾക്കും ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല. ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ BJP NDA അംഗങ്ങളുടെ ബലത്തിലല്ലാതെ ആർക്കും എടുക്കാൻ കഴിയില്ല. അക്കൗണ്ട് എല്ലാം പൂട്ടി സംപൂജ്യരായി സംതൃപ്തി അടഞ്ഞു. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. നാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരെ K. സുരേന്ദ്രൻ, BJP സംസ്ഥാന അധ്യക്ഷനാണ് സ്ഥാനാർത്ഥി. തന്നോട് ആരെങ്കിലും കെട്ടിയെടുക്കാൻ പറഞ്ഞ എന്തോന്നു ഒന്നായി തീർന്നേ, ഇല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? കഴിഞ്ഞ ലോകസഭയിലെ പോലെ അവസാനം നമ്മൾ ജെല്ലിക്കെട്ടാവും. ഈ തവണ നമ്മൾ ജയിക്കും, ഉറപ്പാ. എല്ലാ തവണ ഇത് തന്നെ പറയുന്നത്. ഇത്തവണയെങ്കിലും ഒന്ന് വിരിഞ്ഞു കണ്ടാ മതി. 2ാം അംഗത്തിലും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ മിന്നും ജയം. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഇതൊന്നും കണ്ടിക്കാൻ പറ്റുള്ള, ഞാൻ പോണേണ്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.